എവർഗ്രീൻ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഞാനൊരു മെയിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയക്കുകയുണ്ടായി. അപ്പം എനിക്ക് അതിനൊരു റിപ്ലൈ ലഭിച്ചു. അപ്പം ഞാൻ അത് എന്താണെന്നാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അയച്ചത് പലർക്കും മന്ത്രിമാർക്ക് അയച്ചു. അതിൻ്റെ കൂടെ അയച്ചത് കേരള PSCക്ക് ഞാൻ അയച്ചു, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് അയച്ചു, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് ഞാൻ അയച്ചു. അപ്പം എനിക്ക് അതിന് കിട്ടിയ മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 071/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന തസ്തികയിലേക്ക് കേരള PSC അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ ക്വാളിഫിക്കേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BTech ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ MSc ഫിസിക്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും MSc ഫിസിക്സ്, MSc അപ്ലൈഡ് ഫിസിക്സ്, MSc ഫിസിക്സ്, BTech ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിനെല്ലാം അപ്ലൈ ചെയ്തവർ എല്ലാവരും എലിജിബിളാണ്. എന്നാൽ MSc ഇലക്ട്രോണിക്സ് പഠിച്ചവരാരും നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ MSc ഇലക്ട്രോണിക്സ് പഠിച്ചതാണ്. അപ്പോൾ എന്നെപ്പോലെ വളരെ വേറെ ആളുകളും ഇതുപോലെ ഇത് പഠിച്ച ആൾക്കാർ കാണും. അപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ എനിക്കും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ശരി, ഈ കാര്യം ഒന്ന് മിനിസ്റ്ററിൻ്റെയൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാമെന്ന് ഓർത്ത് ഞാനൊന്ന് ഒരു മെയിൽ അയച്ചതാണ്. അപ്പം ആ മെയിലാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം ഇതാണ് ഞാൻ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. കേരള PSC ക്ഷണിച്ചിരിക്കുന്ന 71/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് നോട്ടിഫിക്കേഷനിൽ MSc ഇലക്ട്രോണിക്സ് ഒരു ക്വാളിഫിക്കേഷനായി കാണുന്നില്ല, എന്നാൽ MSc ഫിസിക്സ് ക്വാളിഫിക്കേഷനായിട്ട് കാണിച്ചിരിക്കുന്നു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന തസ്തികയിലേക്ക് MSc ഇലക്ട്രോണിക്സ് വിദ്യാഭ്യാസമുള്ളവർക്ക് അപേക്ഷ സാധിക്കുന്നതാണ്. ഇതിൽ ഒരു വ്യക്തത വരണമെന്ന് അപേക്ഷിക്കുന്നു. ഏക്കാലം ഞാൻ അയച്ചതിന് ഇപ്പം ഒരു മറുപടി ലഭിച്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങളെ കാണുന്നത്. താങ്കളുടെ നിവേദനം പരിശോധിക്കുന്നതിന് വേണ്ടി 12/774 ഹയർ എഡ്യൂക്കേഷൻ 2024 എൻഡോഴ്സ്മെൻറ്റ് നമ്പർ 846281/2000 നമ്പർ പ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന് പ്രസ്തുത ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊരു മറുപടി എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം ഇതൊന്ന് PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് ഞാനിതൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് യോഗ്യതയുണ്ട് എന്നാൽ ഇതുപോലെ നമ്മുടെ യോഗ്യത ഇങ്ങനെ PSCയിലൊന്നും നമുക്ക് വെബ്സൈറ്റിലൊന്നും കാണാതിരിക്കുക എന്നൊരവസ്ഥയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഫീസുകളൊക്കെ ബന്ധപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എനിക്ക് റിപ്ലൈ തന്ന ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും ഇതിലൊരു നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പം ഇതിന് ഫർദർ അപ്ഡേറ്റുകൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു മറുപടി എന്താണെന്നുള്ളത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.